ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അത് എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്നങ്ങോട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്നിങ്ങോട്ട് പിങ്ക് കളറാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റണം. അപ്പോൾ അതാ നമ്മുടെ സവാള ഒന്നിങ്ങോട്ട് പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചു ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പീസുകളൊക്കെ പിങ്ക് കളർ മാറിയിട്ട് നമുക്കൊരു വൈറ്റ് കളറാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ച് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ഇങ്ങോട്ട് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലകളും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് പാത്രം അടച്ച് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്നും ഇങ്ങോട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വൈറ്റ് സോസ് വേണം. അപ്പോൾ ഞാനൊരു ചൂടായ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ഒന്നും ഇങ്ങോട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹീപ്പ്ഡായിട്ട് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴും മൈദമാവ് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ തീ നന്നായിട്ട് ചെറുതാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മൈദമാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് പാലൊഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അങ്ങനെ അത് നന്നായിട്ടൊന്ന് കലങ്ങി വന്നാൽ നമുക്കതിലേക്ക് 1 ഗ്ലാസും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുകാൻ തുടങ്ങുമ്പം പിന്നെ തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രം അടച്ച് ഇതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ക്രേപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ക്രേപ്പിൻ്റെ മാവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദമാവും 1.25 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ക്രേപ്പ് റെഡിയാക്കി എടുക്കാം. മീഡിയം ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചിക്കൻ റോൾ, സ്പ്രിംഗ് റോളിനൊക്കെ ഷീറ്റ് ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗം ചെറുതായിട്ട് അങ്ങോട്ട് വെന്ത് വന്നാൽ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഈ ട്രേൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ട്രേ റെഡിയായി. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഒന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വൈറ്റ് സോസ് മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്രേപ്പിനകത്ത് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം നമ്മൾ പരത്തിയിട്ടുള്ള ഒരു ഷീറ്റ് എടുക്കുക. ഇനി അതിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. മസാലേൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ സ്പ്രിംഗ് റോളും ചിക്കൻ റോളൊക്കെ ചുറ്റിയെടുക്കുന്നത് പോലെ അങ്ങ് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചുറ്റിയെടുക്കുമ്പോൾ നമ്മളെ ട്രേൻ്റെ ആ ഒരു വലുപ്പത്തിന് അനുസരിച്ച് വേണം കേട്ടോ ഇത് ചുറ്റിയെടുക്കാൻ. ഇത് നമ്മുടെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ട്രേ അങ്ങ് ഫുള്ളാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിനെ ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് കളർ ക്യാപ്സിക്കം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് തക്കാളി കുരു കളഞ്ഞത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറേ നമുക്ക് ലാസ്റ്റിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒരുപാട് ചീസ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബേസിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബേസിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒറിഗാനോയും റെഡ് ചില്ലി ഫ്ലേക്സും മാത്രം ഉണ്ടായാലും മതി. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ സെർവിങ് പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ്, നല്ല ചീസിയാണ്, നല്ല സ്പൈസിയും ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.